ചില യാത്ര ഉൾപ്പെടാം. ഞാനിങ്ങോട്ട് അവതരിപ്പിക്കാൻ പോകുന്ന എളിയ കഥാപ്രസംഗത്തിന്റെ പേരാണ് ദൈവിക വെളിപാട്. എന്തതി ജയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. നിശ്ചിതമായിട്ടുണ്ടാകെ 73 പുസ്തകങ്ങളും ബൈബിളിനെ പഴയ നിയമം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരുന്നു. ഉൽപ്പത്തി മുതൽ മലാക്കി വരുന്ന പുസ്തകങ്ങളാണ് നമ്മുടെ പഴയ നിയമം. 31 മുതൽ ഇപ്രകാരം പറയുന്നു: ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചു. സാധാരണകളെ പിന്തുടർന്നു. ഹവ്വാമച്ചി പഴം തിന്നു. ദൈവത്തെ പോലെയാകാം. സജീവൻ സാത്താനടുത്ത് ഓടി പറഞ്ഞു പഠിച്ചു. അവനൊന്നും നമ്മളെ പറഞ്ഞു പഠിക്കാൻ തിരികെ വരുമല്ലോ. പിന്നെ അവന്റെ പിടിയിൽ പോകട്ടെ. അയ്യോ പാപം ചെയ്യുന്നേ. അങ്ങനെ പാപൻ ലോകത്തിൽ പ്രവേശിച്ചു. പാപത്തിലാകത്തിന് ഹോമയ്ക്ക് ദൈവങ്ങളുടെ പ്രദേശം നഷ്ടമായി. ഏറെ നാൾ വീണ്ടും കടന്നു. മനുഷ്യവർഗം പാപത്തിന് കൊണ്ട് ജീവിതം നയിച്ചു. പാപക്കാരനെ ഒരു പ്രഹരം കൊണ്ട് നശിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിന് ഒരാളുടെ മാത്രം പ്രതി തോന്നി. ആരാണ്? നമ്മുടെ നോഹാപുത്രൻ. നോഹാപ്പൂപ്പൻപ്പെട്ട മഴല്ലോ. നോഹാപ്പൂപ്പൻപ്പെട്ട മഴല്ലോ. ദൈവത്തിന്റെ രക്ഷ നേടുവാൻ 40 രാവും 40 പകലും മഹാപ്രളയം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഏറെ വർഷം ജീവിച്ചു. വർഷങ്ങൾ വീണ്ടും കടന്നു. ജനതകളുടെ പിതാവായ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഈ തലമുറയുടെ പിന്തുടർച്ചക്കാരായ ഇസ്രായേൽ ജനത്തെ പറവൂലവരായി മാറ്റി മാറ്റി. എന്നാൽ ദൈവം അവിടെ കണ്ണ കാണിച്ചു. അവരെ നയിക്കാൻ മോശയെ നിയമിച്ചു. ചെങ്കടൽ പാത തെളിച്ചു. മരുവിൽ മക്കൾക്ക് മഞ്ഞ പൊഴിച്ചു. സ്നേഹക്കണലായി ഇരുളിൽ സ്നേഹമാളമായി പ്രമാണങ്ങൾ പകർന്നേണ്ടി. പ്രമാണങ്ങൾ പകർന്നേണ്ടി. ഫറവോടടുത്തിരുന്ന ദൈവം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശത്തേക്ക് അയച്ചു. വഴിപൊത്തെ ദൈവങ്ങളുടെ പാടുകൾ 10 കൽപ്പനകൾ നേടി. അത് നോക്കും. അവർ കാനാൻ ദേശത്തേക്ക് അയച്ചു. തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയായ അബ്രഹാമിൻ ദൈവങ്ങൾക്കും കാനാൻ ദേശം തേടി തേടി പോകാം. ഹല്ലേലൂയ പാടാം. ബലവാനും ദൈവത്തിന്റെ ഗീതങ്ങൾ പാടിപ്പാടി തേനും പാലും ഒഴുകും ദേശം കാണാം. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലാം. അപ്പായിൽ തുടങ്ങി വെളിപാടിൽ അവസാനിക്കുന്ന 27 ചെറു പുസ്തകങ്ങൾ മനുഷ്യകുലത്തിന്റെ പാപവരെയാക്കും ദൈവം തന്റെ ഏകജാതിയെ ഭൂമിയിലേക്ക് അയച്ചു. അതാകുമ്പോൾ താരകം തന്നെ തീയാട്ടിടയർ നടന്നു. താരകം തീയാട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു. ആർഭത്തിൽ തന്നെ കണ്ടു. തേജസ് മുന്നിൽ കണ്ടു. ആർഭത്തിൽ തന്നെ കണ്ടു. രാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തോളത്തിൽ കണ്ടു. രാജന്റെ പൊൻതിരുമേനി കാലിത്തോളത്തിൽ കണ്ടു. തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് എത്തിക്കുവാൻ മനുഷ്യരുടെ അത്രയും ലക്ഷ്യങ്ങളെ കന്യകാമറിയത്തിൽ ഉയർന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെ പ്രതി വളർന്നു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. താമ്പപ്പോൾ നിൽക്കുന്നത് ഒരു കല്യാണ വീട്ടിലാണ്. അതെ, കാനായിലെ കല്യാണ വീട്ടിൽ. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം കുതിരി പ്രവൃത്തിയോട് യേശു തന്റെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു. അന്തർക്കാഴ്ചയിൽ കേൾവി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പാതകൾക്ക് മോചനം നൽകി യേശു സഞ്ചരിച്ചു. അങ്ങനെയൊക്കെ നമ്മുടെ സക്കായിക്കൊരാഗ്രഹം യേശുവിനെ കാണണം. ഉള്ളം സക്കായി കുറുളം സക്കായി യേശുവിനെ കാണാൻ വന്നു. കൂട്ടം ജനക്കൂട്ടം ചുറ്റിൽ നിരന്നാൽ യേശുവിനെ കാണാൻ വയ്യാതെ. ഉള്ളം സക്കായി കുറുളം സക്കായി വേഗം മുന്നോട്ടം ഓടി. അത്തിമര
കുറുമ്പൻ സക്കായി കുതിച്ചിറങ്ങി വന്നു. വനേശുവിനോടൊപ്പം പൻഭവനത്തിലേക്ക് സാഗമോടെ നടന്നു. ഈശോയുടെ ധാരാളം കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. അവസാനം താൻ എത്തിക്കൊടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം നമ്മളൊക്കെ വസിക്കുന്നതിനായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അങ്ങനെ ഇരിക്കെ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് കറിയൊക്കെ ചുമ്മനം കൊണ്ട് ഗുരുവിന് എത്തിക്കൊടുത്തു. പടയാളികൾ യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടമണിച്ചു, ചാട്ടവാർ കൊണ്ടടിച്ചു, ഭാരമുള്ള കുരിശുമരം ചുരുട്ടിച്ചു. അവസാനം 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ കുരിശിൽ തറച്ചു. അവസാന നിമിഷം യേശു കുരിശിൽ കടന്ന് ഉച്ചത്തിൽ മേലെ വിളിച്ചു, ഏലി ഏലി ലാമാ സബക്താനി, എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ നിർവഹിച്ചു. മനുഷ്യകുലത്തിന്റെ പാപയത്തിനായി പുതിയൊരു ബലിയാർജനം യേശു ക്രിസ്തു. യേശു എല്ലാം പൂർത്തിയാകുന്ന അരുൾ ചെയ്ത് ജീവൻ വിടുന്നു. പാപത്തിന്റെ വിലങ്ങുകളെല്ലാം പകർത്തെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു, നാഥൻ ഉയർത്തെഴുന്നേറ്റു. പാപത്തിന്റെ വിലങ്ങുകളെല്ലാം പകർത്തെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു. തന്റെ മരണത്തോടെ തളർന്നുപോയ അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവിനെ നൽകി ശക്തരാക്കി ലോകത്തിന്റെ വിവിധ ഭവനങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ യേശു അയച്ചു. 2025 വർഷങ്ങൾക്ക് പുറവും എല്ലാ അന്ധകാര ശക്തികളെയും ലഭിച്ച് നമ്മുടെ തിരുസഭ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സഭയോടൊപ്പം നമുക്കും ഒന്നു ചേർന്ന് നമ്മുടെ സന്ദേശം ഏറ്റുപറഞ്ഞ് നമുക്കും ശക്തരായി ഈ സഭയോടൊപ്പം ഐക്യത്തോടെ